നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറായ ഡോക്ടർ സീനിയ ടി നുജുവുമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ. ഇപ്പോൾ നമസ്കാരം ഡോക്ടർ, സ്വാഗതം. പ്രേക്ഷകർക്കും ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാണല്ലോ. ഇപ്പോൾ ഡെങ്കിപ്പനി കൂടി വരുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിയെ എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട്? അനന്യ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഒരു കാലാവസ്ഥയെക്കാട്ടിലും മഴക്കാലത്ത് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡെങ്കി പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് കൊതുകാണ്. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കൊതുക് മുട്ടയിട്ട് വളരുന്നത് ചെറിയ വെള്ളക്കെട്ടുകളിലാണ്. അപ്പോൾ ഈ നമ്മൾ ചിരട്ട, പാട്ട ഇങ്ങനെയൊക്കെയുള്ള പുറത്തും അകത്തുമുള്ള ചെറിയ വെള്ളക്കെട്ട്, വീടിനകത്തും പുറത്തുമുള്ള ചെറിയ വെള്ളക്കെട്ടലുകളിലാണ് ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. അപ്പം മഴക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതിനുള്ള സാഹചര്യം കൂടുതലാണ്. മാത്രമല്ല ഈ മഴക്കാലം ആകുമ്പോഴേക്കും ഈ ഒരു കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മുട്ടയിട്ടാൽ ആ മുട്ട ഒരുപാട് നാളിതിന് വരൾച്ചയെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം ഈ മഴക്കാലം വരുമ്പോഴേക്കും അങ്ങനെയുള്ള മുട്ടകൾ ഇതുപോലെയുള്ള ചെറിയ ചിരട്ടപ്പാട്ട അങ്ങനെയൊക്കെയുള്ള സാധനത്തിലുണ്ടെങ്കിൽ ഈ മഴ വീഴുന്ന സമയത്ത് ഈ മുട്ട കൂത്താടിയായി മാറുകയും കൂത്താടി വളർന്ന് കൊതുകായി മാറാനുള്ള സാഹചര്യം കൂടുതലുണ്ട്. അപ്പം ഈ സമയത്ത് കൊതുകിൻ്റെ എണ്ണം കൂടാനുള്ള സാഹചര്യം കൂടുതലുണ്ട്. മാത്രമല്ല ഈ കാലാവസ്ഥയിൽ സാധാരണ ഒരു ഈഡിസ് കൊതുക് ഒരു 15 ദിവസമൊക്കെയാണ് ജീവിച്ചിരിക്കുക. പക്ഷേ ഈ കാലാവസ്ഥ വളരെ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ഇതിന് കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു കഴിവുമുണ്ടാവും. അതേപോലെ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അധികമായിട്ട് മഴ പെയ്യുമ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രത്തിൽ നിന്നൊക്കെ അത് കവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെക്കാട്ടിലും ഈ ഇടതൂർന്നുള്ള മഴ, ഇടവിട്ട് വരുന്ന മഴ ആണ് കൂടുതൽ അപകടം. കാര്യം മഴ നന്നായി ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉണ്ടായ കൂത്താടിയൊക്കെ ഒഴുകി അങ്ങ് പോകും. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴയാകുമ്പോൾ ഈ വെള്ളക്കെട്ട് അങ്ങനെ നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും മഴക്കാലത്ത് കൂടുതൽ നമ്മൾ ജാഗ്രത അല്ലെങ്കിൽ കരുതൽ എടുക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ പുറം ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്ന ആൾക്കാരാണെങ്കിലും മഴക്കാല സമയത്ത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പുറം വൃത്തിയാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ പക്ഷേ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും. മഴയായത് കാരണം പലരും പുറത്തിറങ്ങത്തില്ല. അപ്പോൾ ഈ വെള്ളക്കെട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ്. എങ്കിലും നമ്മൾ മനഃപൂർവ്വം വേണം എന്ന് വെച്ച് തന്നെ കിട്ടുന്ന സമയത്ത് ഇറങ്ങി വീടിനകം നമ്മൾ സൂക്ഷിക്കും. പക്ഷേ പരിസരം വൃത്തിയാക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് ഈ ഒരു സമയത്ത്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി വരാനുള്ള കാരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുകയില്ല, പകരം കൊതുകിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പ്രധാനമായും ഈ ഡെങ്കിപ്പനി പടരുന്നത്? ഇപ്പോൾ ഈ ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, ഡെങ്കി വൈറസ്. ഇതൊരു ഫ്ലേവി വൈറസാണ്. നമ്മൾ മറ്റ് അസുഖങ്ങൾ ഇപ്പോൾ സിക്ക, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഫ്ലേവി വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഈഡിസ് എന്ന് പറയുന്ന കൊതുകാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത്. പ്രധാനമായിട്ടും ഈഡിസ് ഈജിപ്റ്റൈ ഉണ്ട്, ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്ന ഈ 2 തരം കൊതുകും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കൊതുകുമുണ്ട്, പിന്നെ ഈ ഡെങ്കി വൈറസും ഉണ്ട്, പിന്നെ അസുഖം ബാധിച്ച ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രത്യേക കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഡെങ്കിപ്പനി പകരാനും ഉള്ള സാഹചര്യം നന്നായിട്ട് ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അനന്യ പറഞ്ഞതുപോലെ നേരിട്ട് മനുഷ്യർ, ഇപ്പോൾ നമുക്ക് ജലദോഷപ്പനി, കോവിഡ് ഇങ്ങനെയൊക്കെ വരുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലായിട്ട് നേരിട്ട് വായുവിൽ കൂടി പകരുന്നു. പക്ഷേ ഇത് പകരുന്നത് കൊതുകിൻ്റെ കടി മൂലമാണ്. എല്ലാ കൊതുകുമല്ല, ഈഡീസിൻ്റെ പെൺകൊതുകുകൾ. അത് ഈ അസുഖം ബാധിച്ച ഒരു വ്യക്തിയെ കടിച്ചാൽ
ആ വ്യക്തിയിൽ നിന്നും ഈ കൊതുകിലേക്ക് ഈ വൈറസ് വരും. ഈ വൈറസ് കൊതുകിൻ്റെ ശരീരത്തിൽ കുറച്ച് നാൾ ഇപ്പോൾ പല ഭാഗത്തായിട്ടുണ്ടായിട്ട് അവസാനം ഇത് നമ്മുടെ ഈ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് വരും. അപ്പോൾ സലൈവറി ഗ്ലാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഉമിനീരിൽ കൂടെ ഈ കൊതുക് നമ്മളെ കടിക്കുന്ന സമയത്ത് മറ്റൊരാളിലേക്ക് ഈ വൈറസ് കടന്നുകൂടും. അപ്പോൾ ഈ കൊതുക് കടിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കൊതുകിലേക്ക് പോയിട്ട് ആ കൊതുക് ഈ രോഗം പരത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ കൊതുകിനെ ഇൻഫെക്റ്റീവ് കൊതുക് എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ചൊരു സമയം പിടിക്കും. ഏകദേശം ഒരു 8 മുതൽ 12 ദിവസം കഴിയുമ്പോഴേക്കാണ് ഈ കൊതുക് മറ്റൊരാൾക്ക് അസുഖം കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ വീട്ടിനടുത്തോ, വീട്ടിൽ മാത്രമല്ല ഈ കൊതുക് കടിക്കുന്നത് പകൽ സമയത്താണ്. അപ്പോൾ പകൽ സമയത്ത് നമ്മളിൽ പലരും ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ യാത്രക്കിടയിലായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇത്തരം കൊതുകുകളുണ്ടെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഈ രോഗമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൊതുക് വഴി പകരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്കറിയുന്ന ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഈ ഡെങ്കി ബാധിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നമ്മളെ കൊതുക് കടിക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ ഈ വിഷയത്തിൽ സംശയവുമായ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വർക്കലയിൽ നിന്ന് രാമഭദ്രനാണ്. രാമഭദ്രൻ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. മാഡം, എനിക്ക് 2017 എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എനിക്ക് എവിടെ പോയാലും എന്നെ ആണ് ആദ്യം കൊതുക് കടിക്കും. നമ്മളൊരു 10 പേരോടി പോയാലേ. അപ്പൊ ഇനി വരാൻ ചാൻസ് ഉണ്ടാന്ന് അറിയാനാണ് ഒരു സംശയം. അപ്പോൾ രാമഭദ്രൻ ചോദിച്ച ഒരു വളരെ നല്ല ഒരു ചോദ്യമാണ്. ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. ഈ ഡെങ്കി എന്ന് പറയുന്ന വൈറസ് നമുക്ക് ഇവിടെ 4 തരത്തിലുണ്ട്. 4 തരത്തിൽ 1, 2, 3, 4 നമുക്ക് വിളിക്കുന്നത്. 5ാമതൊരു തരവും കൂടി ഉണ്ട്, പക്ഷെ അത് മനുഷ്യരിലേയും അധികം പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് അറിയത്തില്ല. അപ്പോൾ മിനിമം ഒരു 4 തവണയെങ്കിലും ഒരാൾക്ക് ഡെങ്കിപ്പനി വരാം. കാരണം എന്ന് വെച്ചാൽ ഈ ഡെങ്കി വൈറസ് ഇപ്പം രാമഭദ്രൻ ഇപ്പം 2017 ഏതെങ്കിലും ഒരു തരം വൈറസ്, ഇതിന് നമ്മൾ സീറോ ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീറോ ടൈപ്പ് കാരണമായിരിക്കും അന്ന് അസുഖം വന്നത്. അപ്പം ആ സമയത്ത് ഒരു ചെറിയൊരു കാലയളവിൽ ബാക്കി സീറോ ടൈപ്സിനെതിരെ ഒരു പ്രതിരോധ ശക്തി കാണും. പക്ഷേ ജീവിതകാലം മുഴുവൻ നമുക്കൊരു പ്രതിരോധ ശക്തി കിട്ടുന്നത് നമ്മളെ ഏത് തരം ഡെങ്കി വൈറസ് ആണോ നമുക്ക് രോഗബാധ ഉണ്ടാക്കിയത് ആ ഒരു പ്രത്യേക വൈറസ് തരത്തിലേക്ക് മാത്രമാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും ഡെങ്കി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പേടിക്കേണ്ട, നമ്മൾ ശ്രദ്ധിച്ചോണ്ടാൽ മതി. ഇപ്പം അത്തരത്തിൽ കൊതുക് ഇപ്പം പറഞ്ഞല്ലോ, ചില ആൾക്കാരെ കൊതുക് കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അത് ശരിയാണ്. പക്ഷേ നമ്മളെ വീടും പരിസരവും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള, ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. കൂടാതെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ കൊതുക് കടിക്കാതിരിക്കാൻ കുറച്ചുകൂടെ വസ്ത്രധാരണത്തിൽ നമുക്ക് ചെറിയ ലോങ് സ്ലീവ്സ് ഒക്കെ ഉപയോഗിക്കുക. അതേപോലെ ഈ ലേപനങ്ങളൊക്കെ ചിലതൊക്കെ കിട്ടും. അപ്പോൾ ഈ കൊതുകിനെ അകറ്റാൻ പറ്റുന്ന ഈ ഡീറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റിപ്പല്ലൻസ് കിട്ടും. ചിലരത് ഓഡോമോസ് പോലെ അങ്ങനെയുള്ള അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പുരട്ടാം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊതുക് റിപ്പല്ലൻസ് ഏതെങ്കിലും കോയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും. കൊതുകടി കൊള്ളാതെ സൂക്ഷിക്കുക. മാത്രമല്ല ഡെങ്കിപ്പനി ഇപ്പം നമുക്ക് ചികിത്സ കൃത്യമായിട്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഡെങ്കിപ്പനി ഒരു ഗുരുതരമാകാമെങ്കിലും അത് മരണസാധ്യത അതിനും കാരണമാകാമെങ്കിലും വളരെ അപൂർവമായിട്ടേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡെങ്കിപ്പനി ഒന്നുകൂടെ വന്നാൽ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. ഇത് ഡെങ്കി ആണോ ഇപ്പോൾ പനി വരുന്ന സമയത്ത് ഡെങ്കി ആണോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പനി പോലെ തോന്നില്ല, അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണുകയും അതിന് വേണ്ട ചികിത്സയും ചെയ്താൽ ഒന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ പലർക്കും പലതവണ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രോബ്ലം ഒരുപാടൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. രാമഭദ്രന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ ഡെങ്കി വരാതിരിക്കാനുള്ള മുൻകരുതലുകളെ പറ്റി സംസാരിച്ചു. പലപ്പോഴും ഈ ഡെങ്കി വന്നതിന് ശേഷം ഈ പോസ്റ്റ് ഡെങ്കി പോലെ ഇപ്പോൾ ശരീരവേദന, ഒരു 2-3 മാസത്തോളം ശരീരവേദന അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും?
സാധാരണഗതിയിൽ നമ്മൾ കോവിഡിന് പറയുന്ന പോലെ ഒരു വളരെ ദീർഘകാലം ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരു പക്ഷേ ആ ഒരു ക്ഷീണം പലപ്പോഴും പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ രാമചന്ദ്രൻ ചോദിച്ച ഇപ്പം ഞാൻ പറയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഡെങ്കി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒരു ഡെങ്കി വരുമ്പോൾ ഈ ഡെങ്കി പനിയുടെ ഒരു തീവ്രത അത് കൂടാനൊരു സാഹചര്യം കൂടുതലുണ്ട്. കാരണം എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ഈ ഒരിക്കൽ നമുക്കൊരു സീറോ ടൈപ്പ് കാരണം നമുക്കൊരു അണുബാധ ഉണ്ടായാൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന ആൻറ്റിബോഡികളുണ്ട്. 2 തരം ആൻറ്റിബോഡികളാണ് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ഈ വൈറസിനെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ്. അത് നമുക്കിപ്പം ഉദാഹരണം നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പം ഡെങ്കിപ്പനി വരാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലിപ്പോൾ വാതിലുകളൊന്നും ഇല്ല, അങ്ങനെ ഒരു സങ്കല്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഡെങ്കി വരുമ്പോൾ കുറേ വാതിലിങ്ങനെ തുറന്നു വെച്ചതുപോലെയാണ്. അപ്പം ഈ വൈറസിനകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അതിൽ ചില വാതിലുകൾ ഇപ്പോൾ ഈ ആൻറ്റിബോഡി ആയിട്ട് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു തരം ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ആ ആൻറ്റിബോഡിയെ നമുക്ക് ഈ പൂട്ടുന്ന അല്ലെങ്കിൽ തുറക്കാൻ പറ്റാത്ത വാതിൽ പോലെ സങ്കല്പിക്കാം. പക്ഷെ വേറെ കുറേ വാതിലുകൾ, അതായത് നോൺ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി എന്ന് പറയും, അത് ഇങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം നമുക്കൊരു ഡെങ്കിപ്പനി വരുന്ന സമയത്ത് ഈ ഒരു വാതിലിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിബോഡി ഉപയോഗിച്ച് ഈ വൈറസിന് പെട്ടെന്ന് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വരുന്ന ഒരു ഡെങ്കിപ്പനി ആദ്യം വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗുരുതരമാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് ഒരു ജാഗ്രതയോടെ ഇരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് നാളൊന്നും കൂടുതൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ കോവിഡിനെ പോലെ ഒരുപാട് കാലം പോസ്റ്റ് ഡെങ്കി സീക്വല് അങ്ങനെ വരാറില്ല. തീർച്ചയായും ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് അസുഖങ്ങൾ ഉള്ളവരെല്ലാം കൂടുതൽ എടുക്കേണ്ട കരുതലുകൾ എന്തെല്ലാമായിരിക്കും? ഈ ഡെങ്കിപ്പനി തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിനകത്ത് ഒരു 80% ആൾക്കാർക്കും ഡെങ്കി അണുബാധ ഉണ്ടായാലും അതൊരു ചിലപ്പോൾ അത് നമുക്കറിയത്തു പോലുമില്ല ഈ അസുഖം വന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എസിംപ്റ്റമാറ്റിക് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണവും കാണില്ല. പക്ഷേ കുറച്ച് പേർക്കാണ് സാധാരണ വരുന്ന വൈറൽ പനി പോലെ ഉള്ള പനി, തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പിന്നെ മേ ബി ഒരു 5% ആൾക്കാർക്കൊക്കെ ഇതൊരു ഗുരുതരമായിട്ടുള്ള ഡെങ്കി ആയിട്ട് മാറുമായിരിക്കും. അപ്പോൾ ഈ ഗുരുതരമായ ഡെങ്കി അതിലാണ് 1%, 0.5 to 1%, 1/2 മുതൽ 1% വരെ ആൾക്കാർക്കാണ് മരണസാധ്യതയുള്ളത്. അപ്പം ഇത് എത്തരം ആൾക്കാർക്കാണ് ഇങ്ങനെ ഗുരുതരമായ ഡെങ്കി വരാനും മരണം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് പ്രായം തീരെ കുറവുള്ള കുഞ്ഞുങ്ങളിൽ, അല്ലെങ്കിൽ പ്രായം വളരെ ഏറിയ 60 വയസ്സിനൊക്കെ മേലെ ഉള്ളവർ. നമ്മൾ നടത്തിയൊരു പഠനത്തിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ 40 വയസ്സിന് മേലെ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ ഗുരുതരമായിട്ടുള്ള ഡെങ്കി വരാനുള്ള സാധ്യതയുള്ളത്. അതേപോലെ തന്നെ സാധാരണ നമ്മളൊരു ഇൻഫെക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഈ നമ്മുടെ നമ്മുടെ ഒരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, അതായത് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ അണുബാധയൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറയും. പക്ഷേ ഈ ഡെങ്കിയുടെ കേസിലാണെങ്കിൽ വണ്ണമുള്ളവരിൽ ഒബീസ് ആൾക്കാർക്കാണ് ഗുരുതരമായ ഡെങ്കി വരാനുള്ള ഒരു സാധ്യതയുള്ളത്. പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്കാണെങ്കിൽ അസുഖം ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്, ആശുപത്രിയിലാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ആ ഒരു പ്രസവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മറ്റ് അസുഖമുള്ളവർ, ഇപ്പം പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം, പിന്നെ ഡയബറ്റിസ്, പിന്നെ ഹാർട്ടിൻ്റെ അസുഖം അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖമുള്ളവരിൽ, പിന്നെ ചില മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് സ്റ്റീറോയിഡ് ഗുളികകൾ എടുക്കുന്ന ആൾക്കാർ, പിന്നെ നമ്മൾ ഈ വാദം അങ്ങനെയൊക്കെയുള്ള ചില ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ NSAID പോലെയുള്ള ഗുളികകൾ, പ്രത്യേക ചിലതരം ഗുളികകൾ കഴിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് ഈ ഒരു ഡെങ്കിപ്പനി സാധാരണഗതിയിൽ കൂടുതൽ ഗുരുതരമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. പനി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡെങ്കി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് എന്നറിയുന്ന സാഹചര്യത്തിൽ ഇത് ഡെങ്കിയാണോ എന്നുള്ള നിലയിൽ സംശയിക്കുകയും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട്
പിന്നെ അത് അങ്ങനെയല്ല അല്ലെങ്കിൽ അതാണോ എന്ന് സ്ഥിരീകരിക്കുന്നത് നല്ലതായിരിക്കും. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് സോമരാജ പിള്ളയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, കേൾക്കാം. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം. ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. കേട്ടാ. ഡോക്ടർ, എനിക്കൊരു സംശയം. എന്റെ വൈഫിനൊരു 3 ആഴ്ചക്ക് മുമ്പേ പനി വന്നിരുന്നു. അപ്പൊ ഡോക്ടർ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടു. അപ്പൊ അദ്ദേഹം പനിക്കുള്ള മരുന്ന് തന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടും പനി കാര്യമായിട്ട് കുറയാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1.72 ടോട്ടൽ കൗണ്ട് 3700 ആയിരുന്നു. അപ്പോ റിസൾട്ടിൽ പോസിറ്റീവ് എന്നാണ് ഡോക്ടറെ കണ്ടപ്പോൾ ഡെങ്കി ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഹെൽത്ത് അസിസ്റ്റന്റും ഒക്കെ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കൗണ്ട് നോക്കിയപ്പോ അപ്പോൾ 2.55 ആയി. ടോട്ടൽ കൗണ്ട് 5450 ആയി. അപ്പോൾ ഹെൽത്ത് അസിസ്റ്റന്റ് പറഞ്ഞ് സാധാരണഗതിയിൽ ഒന്ന് കുറഞ്ഞിട്ടേ വീണ്ടും കൂടാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോ വൈറൽ പനി വലിയ ആയിരിക്കും, ഇത്തരത്തിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരാഴ്ചക്കകം അതിന്റെ അസ്വസ്ഥതകളൊക്കെ മാറി, ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നല്ലാതെ അങ്ങനെ കാര്യമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് ഡെങ്കി ആയിരുന്നു എന്നാണോ സംശയം അല്ലേ? അതെ അതെ അതെ, ഓക്കെ. അപ്പോൾ നല്ലൊരു സംശയമാണ്. സാധാരണഗതിയിൽ പലർക്കും ഇപ്പോൾ പനി വന്ന് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം പ്ലേറ്റ്ലെറ്റ് കുറവ്, അതായത് ഇപ്പോൾ പറഞ്ഞത് 1.7 അല്ലേ, ആദ്യത്തെ തവണ ടെസ്റ്റ് ചെയ്തപ്പം 1.7 ലക്ഷം അല്ലേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞേ? ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സെൽസും കൂടെ നോക്കുമ്പോൾ 3000 എത്ര. അപ്പോൾ ഈ ആദ്യം ഈ പറഞ്ഞ 3500 എന്ന് പറയുന്ന സാധാരണ നമുക്കൊരു WBC കൗണ്ട് സാധാരണഗതിയിൽ 4000 താഴെ ആകുമ്പോൾ നമുക്കിതൊരു വൈറൽ ആണ് എന്ന് നമുക്ക് സംശയം വരുന്നത്. സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണെങ്കിൽ കൗണ്ട് കൂടുക ചെയ്യുന്നത്. വൈറൽ അസുഖങ്ങൾക്ക് കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ WBCയുടെ കൗണ്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ ഇതൊരു വൈറൽ അണുബാധയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ്, പക്ഷേ അത് ഡെങ്കി ആകണം എന്ന് നിർബന്ധമില്ല. മാത്രമല്ല ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് സാധാരണ മറ്റ് വൈറൽ അസുഖങ്ങൾക്കും ഇത് കുറയാം. അപ്പോൾ ഇത് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു, WBC കൗണ്ട് കുറഞ്ഞു എന്നതുകൊണ്ട് ഇത് ഡെങ്കി ആവണമെന്നില്ല. പിന്നെ നമുക്കത് സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ 5 ദിവസം പനി വന്ന ഒരു ആദ്യത്തെ 5 ദിവസത്തിനകമാണെങ്കിൽ സാധാരണ നമ്മൾ NS1 ആൻറ്റിജൻ ഈ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, NS1 ടെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ PCR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് ഡെങ്കി ആണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ പറ്റില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ ഇത് കൗണ്ട് കൂടുകയും ചെയ്തു. പക്ഷെ അത് ഡെങ്കിക്കും നമുക്ക് ഒരു 7 ദിവസം 10 ദിവസമൊക്കെ നകത്ത് ആൾക്ക് സുഖം പ്രാപിക്കാം. അതുകൊണ്ട് അത് ഡെങ്കി ആണെന്നോ ഡെങ്കി അല്ലെന്നോ സ്ഥിരമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് അതെടുത്ത് അറിയണം എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും കാരണമാണോ? അറിയാൻ വേണ്ടിയിട്ട് സംശയം പറഞ്ഞത് കൊണ്ട് സംശയം. അപ്പൊ സ്ഥിരീകരിക്കണമെങ്കിൽ നമുക്കത് മറ്റ് ടെസ്റ്റ് ചെയ്താലേ അറിയാനായിട്ട് പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഡെങ്കി ആയിരുന്നെന്ന് തന്നെ കരുതുക ആണെങ്കിൽ തന്നെ നമ്മൾ മറ്റ് കാര്യങ്ങൾ, അതായത് ഇനി ഡെങ്കി വരാതിരിക്കാനുള്ള, നേരത്തെ പറഞ്ഞത് കേട്ട് കാണുമായിരിക്കും അല്ലേ, അങ്ങനെയുള്ള നമ്മുടെ പരിസരവും വീട്ടിനകത്തും വെള്ളക്കെട്ടുണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലത്തെല്ലാം പനി വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് അവഗണിച്ചാലുള്ള അപകടങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ പനി വരുന്ന ആൾക്കാർ ഇപ്പം പലതരം പനികളുണ്ട്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പനികൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡെങ്കിപ്പനി തന്നെയാണ്. കൂടാതെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാംക്രമിക രോഗങ്ങൾ കാരണം മരണപ്പെടുന്നത് എലിപ്പനി കാരണമാണ്. അപ്പം അതും നമ്മൾ എലിപ്പനി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആണ് H1N1, പിന്നെ ഇങ്ങനെയുള്ള പല പനികളും ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പനിയോടൊപ്പം വരുന്ന ചില
അപകടകരമായ ചില ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഡെങ്കി ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഡെങ്കി ഗുരുതരമാകാൻ ഉള്ള സാധ്യത, വാർണിംഗ് സൈൻസ് എന്ന് പറയും. അപ്പോൾ അതും കൂടി ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പനിയോടൊപ്പം ഈ അതികഠിനമായ വയറുവേദന, അല്ലെങ്കിൽ നിർത്താതെയുള്ള ഛർദിൽ, പിന്നെ ഈ ശ്വാസം മുട്ടൽ, പിന്നെ നമ്മളെ തലച്ചോറിനെ ബാധിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മളുടെ നമുക്ക് പിച്ചും പെയ്യും പറയുക, അല്ലെങ്കിൽ ബോധത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, പിന്നെ നമ്മുടെ ബ്ലീഡിങ്, അതായത് എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം പോകുന്നതായിട്ട്, ഇപ്പം മൂക്കിലൂടെയോ അല്ലെങ്കിൽ മലത്തിലൂടെയോ അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോഴോ, ഇങ്ങനെയുള്ള ചില അപകടകരമായ ലക്ഷണങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പം ഭയങ്കരമായ ക്ഷീണം. സാധാരണ പനി വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും, പക്ഷേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം. ഒന്നും വെള്ളം, നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറയും. സാധാരണ എല്ലാ പനിയിലും അങ്ങനെ കുറയാറുണ്ട്. പക്ഷെ നമുക്ക് വെള്ളം പോലും കുടിക്കാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒന്നും കുടിക്കാതെ ഇരിക്കുക, പിന്നെ മയക്കം, എപ്പോഴും അങ്ങ് മയങ്ങി അങ്ങനെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ചില അപകട സൂചികളായിട്ടുള്ള ലക്ഷണങ്ങൾ അത് പനിയോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണണം. പിന്നെ നമ്മൾ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഒട്ടും കുറയുന്നില്ല പനി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അടുത്തുള്ള ഡോക്ടറെ പോയി കാണുക. അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയാനൊക്കെ ചില ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ. അപ്പോൾ അതിന് ഒരു ഡോക്ടർ പരിശോധിക്കേണ്ടതുണ്ട്, ചില ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പം ഏത് പനിയായാലും അത് നിസ്സാരമായിട്ട് കാണാതിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരസെറ്റമോൾ കഴിക്കാം, പക്ഷെ ചില ഗുളികകൾ, ഉദാഹരണത്തിന് നമ്മളുടെ ആസ്പിരിൻ ഉള്ള ഗുളിക, പിന്നെ NSAID, ബ്രൂഫൻ, ഇങ്ങനെയൊക്കെ ഉള്ള ഗുളിക നമ്മൾ വേദനയ്ക്കും പനിക്കൊക്കെ സാധാരണയൊക്കെ ചിലപ്പോൾ എടുത്ത് കഴിക്കും. അപ്പോൾ ഈ ഗുളികകളൊക്കെ കഴിച്ചാൽ നമുക്കിത് ഈ അസുഖം ഗുരുതരമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഡെങ്കി മാത്രമല്ല മറ്റസുഖങ്ങൾ. അപ്പോൾ പാരസെറ്റമോൾ കഴിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ഗുളിക നമ്മൾ ഒഴിവാക്കുക. പിന്നെ വേറെ പറയാൻ വിട്ടുപോയൊരു കാര്യം, മൂത്രത്തിൻ്റെ അളവ്, അതായത് മൂത്രം കറക്റ്റായിട്ട് പോകുന്നില്ല, നമ്മൾ മൂത്രത്തിൻ്റെ അളവ് കുറവ്, ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും വെച്ചുകൊണ്ടിരിക്കരുത്, ആശുപത്രിയിൽ പോവുക. അതേപോലെ ശ്രദ്ധിക്കണം, പനി ഏതെങ്കിലും ഇപ്പം മറ്റസുഖങ്ങൾ ഉള്ളവർക്കാണ് പനി വരുന്നത്. നമ്മൾ പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട്, ഇവർക്കൊക്കെ തന്നെ മറ്റ് പനികൾ, ഇപ്പോൾ ഡെങ്കി അല്ലെങ്കിൽ പോലും മറ്റ് അസുഖങ്ങൾ വന്നാൽ അത് ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വ്യക്തികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവരുടെ അസുഖം കാരണം അവർ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള മറ്റാളുകൾ ഇത്തരം വ്യക്തികൾക്ക് പനി വരുന്ന സമയത്ത് കുറച്ചും കൂടി അടുത്ത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും. പിന്നെ വേറൊന്നുള്ളത്, ചിലപ്പോൾ ഇപ്പോൾ ഡെങ്കിയിലാണെങ്കിൽ നമുക്ക് പ്രഷർ കുറയാം, ഹൈപ്പോ ടെൻഷൻ വന്നിട്ട് നമ്മുടെ ശരീര അഗ്രഭാഗങ്ങളൊക്കെ ചിലപ്പോൾ തണുപ്പ് പോലെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാനൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതിയുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഈ ഡെങ്കിപ്പനിയുള്ളവർ ആഹാര കാര്യത്തിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലുമെല്ലാം, അതുപോലെ തന്നെ വിശ്രമ കാര്യത്തിലുമെല്ലാം ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം? അപ്പോൾ ഡെങ്കിപ്പനി സാധാരണ ഇപ്പം ഗുരുതരമല്ലാത്തൊരു ഡെങ്കിപ്പനി നമ്മൾ വീട്ടിലായിരിക്കും ഉള്ളത്, അവരെ വീട്ടിൽ തന്നെ വെച്ച് പരിചരിക്കാനായിരിക്കും ഡോക്ടർ പറയുക. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാരസെറ്റമോൾ ഗുളിക കറക്റ്റായിട്ട് പനിക്ക് വേണ്ടി എടുക്കാം. മറ്റ് ഗുളികയുടെ കാര്യം പറഞ്ഞല്ലോ, ഉപയോഗിച്ചുകൂടാത്ത. അതേപോലെ തന്നെ നല്ല വിശ്രമം ആവശ്യമുണ്ട്, നല്ല റെസ്റ്റ് വേണം. കാര്യം ഇത് നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് വിശ്രമം വളരെ ആവശ്യമാണ്. ജോലിക്ക് പോകാൻ പാടില്ല. സ്കൂളിൽ കുട്ടികളെ ഇപ്പം ഡെങ്കിപ്പനിന്ന് സംശയിച്ചാൽ സ്കൂളിൽ കുട്ടികളെ വിടാതിരിക്കുക. പകൽ സമയത്ത് കൊതുക് വലയ്ക്ക് അകത്ത് കിടക്കാമെങ്കിൽ അതാണ് നല്ലത്. ആദ്യത്തെ ഇപ്പം പനി വരുന്നതിന് മുമ്പ് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാം. ഒരു 2 ദിവസം മുന്നേ തൊട്ട് പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. കൂടുതൽ ചോദ്യങ്ങളെല്ലാം ഉള്ളൊരു വിഷയം തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് സമയപരിമിതിയുണ്ട്. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറായ ഡോക്ടർ സീനിയ ടി നുജുമാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.